വണ്ടികൾക്ക് എന്താ പിന്നെ ബസ് യാത്ര സൗജന്യം, അതൊക്കെ വെറുതെ ഒരു എൻ്റെ കൂടുതൽ. നിലവിൽ ബത്തേരി മണ്ഡലത്തിൽ ഇപ്പോൾ 2751 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ നിലവിൽ കോൺഗ്രസിനുള്ളൂ. ഒരു സംശയം വേണ്ട, ഈ മണ്ഡലം അവൻ്റെ മണ്ഡലമാണ്. ഇപ്പോൾ UDF വരണം എന്നാണ് ഒന്നും കൂടി. UDF തന്നെയാണ് ബത്തേരി അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത് തോന്നുന്നത്. അതുപോലെ തന്നെ BJP നല്ല കാൻഡിഡേറ്റാണ്. അവർ പിടിക്കുന്ന വോട്ട് അത് അടുത്ത വർഷത്തിന് അനുകൂലമായി വരും. ആര് ജയിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള നമ്മുടെ ഒരു നിഗമനത്തിൽ വിഷം ജയിക്കും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ബത്തേരി മണ്ഡലത്തിൽ ഇപ്പോൾ 2751 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ നിലവിൽ കോൺഗ്രസിനുള്ളൂ. ഇപ്പോൾ ഉള്ള 7 പഞ്ചായത്തുകളിൽ ഒരു 4 പഞ്ചായത്തെങ്കിലും കട്ടയ്ക്കാണ്. അതുകൊണ്ട് അതുമാത്രമല്ല, BJPയുടെ സ്ഥാനാർത്ഥിയുടെ മികവ് BJP ഈ മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടുത്തെ 2 മുന്നണികളുടെയും വിജയം. ഒരു സംശയം വേണ്ട, IC ബാലകൃഷ്ണൻ തന്നെ ഇവിടെ ജയിക്കുക. ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലം അവൻ്റെ മണ്ഡലമാണ്, അതുകൊണ്ട് അവൻ തന്നെ ജയിക്കുള്ളൂ. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മുന്നണി, അതിപ്പോൾ ഈ ഇടതുപക്ഷമായാലും ND ആയാലും കോൺഗ്രസ് ആയാലും അവർ ജയിച്ചു വരണമെന്നാണ് അഭിപ്രായക്കാരനാണ്. ഭരണമാറ്റം തീർച്ചയായും വേണ്ടതാണല്ലോ. MS വിശ്വാസം തന്നെയാണ് വിജയിക്കുക ഇവിടെ. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ ഭരണം കൊണ്ട് ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 10-15 വർഷമായിട്ട് ബത്തേരി മണ്ഡലത്തിൽ ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതിന് തീർച്ചയായും നമുക്കൊരു ഭരണമാറ്റം വേണം. പിന്നെ MS വിശ്വാസം തന്നെ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. 15 വർഷം ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA കാരണം ഇവിടെ വയനാട്ടിലിപ്പോൾ നമ്മളെ വിജയേട്ടൻ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ചെറുപ്പം തൊട്ട് തന്നെ നമ്മളൊക്കെ വിജയേട്ടൻ്റെ ഫാമിലി ആയിട്ടും വിജയേട്ടൻ്റെ മക്കളായിട്ടും എല്ലാവരുമായിട്ടും നമുക്കറിയുന്നതാണ്. ആ വിജയേട്ടൻ്റെ കുടുംബം, വിജയേട്ടന് ഈ IC മാനന്തവാടി ജനിക്കുന്നതിന് മുന്നേ കോൺഗ്രസ്സിലുള്ള ആളാണ്. ആ വിജയേട്ടൻ്റെ കുടുംബം അത്രയേറെ ദുരിതവും കാര്യങ്ങളെ ഇതാക്കിയിട്ടുണ്ട്. കുറേ പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ. ഇപ്പോൾ അവർ ആ വിജയേട്ടൻ്റെ ഫാമിലിക്ക് ഏറ്റവും സങ്കടം, ഇയാളൊറ്റ അധികാരം കിട്ടി മന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിക്കുന്ന. ഇവിടെ MS ഏട്ടൻ മതി, അത് MS വിശ്വനാഥേട്ടൻ വെച്ചാൽ സാധാരണക്കാരനാണ്. നമ്മളെ ബത്തേരി മണ്ഡലത്തിൽ ആര് ജയിക്കണം, അല്ലെങ്കിൽ ആര് ജയിക്കും എന്നുള്ളൊരു IC ബാലകൃഷ്ണൻ ജയിക്കും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്താ ഈ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചും വയനാട് ജില്ലയിൽ പല കേന്ദ്രങ്ങളിലും പല വികസന കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തുടർഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വേട്ടൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ 15 വർഷമായി ഞാൻ ഈ ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. 15 വർഷമായിട്ടും പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ MLA മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മളെ വിജയേട്ടൻ്റെയും അവൻ്റെയും മരണവും ഇതൊക്കെ ഞാനിങ്ങനെ പേപ്പറിൽ വായിച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ അവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ലൊക്കെ അറിഞ്ഞുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മളെ ഇവിടെ എന്ന് വെച്ചാൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. പിന്നെ നമ്മളെ റോഡ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്ലോസ് ആവുമല്ലേ, ചെക്ക് പോസ്റ്റ്, അതും നമ്മളെ ബത്തേരിക്ക് ബാധകമാണ്. അപ്പം 15 വർഷം ഇതായിട്ട് MLA ആയി നിന്നിട്ടും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. IC ബാലകൃഷ്ണൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു ശുഭപ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. IC ബാലകൃഷ്ണൻ തന്നെ ജയിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. നമ്മൾ ഇവിടെ ബത്തേരി മണ്ഡലത്തിൽ IC ബാലകൃഷ്ണൻ ജയിക്കുമോ അല്ലെങ്കിൽ വിശ്വേട്ടൻ ജയിക്കുമോ? പക്ഷേ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ആര് മത്സരിച്ചാലും IC തന്നെ ജയിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളൊക്കെ മറ്റവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ജയിക്കുന്നവരാണ്. എന്ത് ചെയ്യാനാ? ബത്തേരി മണ്ഡലത്തിലിപ്പം വിശ്വനാഥൻ ജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. വികസനം ഇതേപോലെ തന്നെ തുടരുന്നതാണ് നമ്മൾ ആഗ്രഹം. അപ്പോൾ നമ്മളെ ഈ ബത്തേരി മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാണ് പ്രതീക്ഷ? ICൻ്റെ ഒരു നമ്മളൊരു അഭിപ്രായം എന്താണ്? കുഴപ്പമില്ല. ആര് ജയിച്ചാലും നല്ലതുപോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. നല്ല ചെയ്യുന്ന ആൾക്കാർ ജയിക്കണം. ആര് ജയിച്ചാലും എൻ്റെ അഭിപ്രായം ഇതാണ്, ആര് ജയിച്ചാലും സമൂഹത്തിന് ജനങ്ങൾക്കും നല്ല ചെയ്യാൻ പറ്റിയ ആൾക്കാർ ജയിക്കണം. എന്തായാലും ഈ പ്രാവശ്യം നമുക്കൊരു മാറ്റം വരുന്നതാണ്. നമുക്ക് MS വിശ്വനാഥൻ എന്തായാലും വരും. കഴിഞ്ഞ 10 വർഷമായി നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ, കേരളത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ ഭാഗങ്ങളിലും നല്ല വികസനങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മണ്ഡലത്തിൽ 10 വർഷമായിട്ട് ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നില്ല. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ട്, ജനങ്ങൾക്ക് ഉറപ്പുണ്ടാവും, ജനങ്ങൾക്കറിയാം എന്തായാലും ഭരണം മാറി LDF തന്നെ വരും. ആര് ജയിക്കണമെന്ന് ഇവിടെ ഇപ്പോൾ UDF ഒരു മണ്ഡലമാണ്. IC തന്നെ ജയിക്കാൻ ചാൻസ് ഉള്ളൂ. UDFൻ്റെ ഒരു മണ്ഡലമല്ലേ. ഭൂരിപക്ഷം ചിലപ്പോൾ ചെറുതായിട്ട് പറയാൻ വഴിയുണ്ട്. IC തന്നെ ജയിക്കുള്ളൂ, ചാൻസ് അവർക്ക് തന്നെയാണ്. അപ്പോൾ ജനങ്ങളെടുത്തല്ലോ ഉള്ളത്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. 10 വർഷമായിട്ട് പിന്നെ ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. പിന്നെ
ഇവരായിട്ട് വികസനം നടക്കാത്തതുകൊണ്ട് എന്തായാലും പിന്നെ LDF തന്നെ ജയിക്കും. ഇപ്പോൾ UDF വരണം എന്നാണ് ഒന്നും കൂടി. UDF തന്നെയാണ് ബത്തേരി അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത് തോന്നുന്നത്. ഈ മണ്ഡലത്തിലെ ഭരണം, അതായത് NM വിജയൻ ആത്മഹത്യ എന്നീ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും, പുൽപ്പള്ളിയുള്ള വിഷയങ്ങൾ എല്ലാത്തിൻ്റെയും ഒരു കാലഘട്ടം ഇത് നോക്കുമ്പോൾ ICക്ക് എതിരെയാണ് ഇപ്പോൾ ഇവിടെ പിന്നെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ BJP നല്ല കാൻഡിഡേറ്റാണ്. അവർ പിടിക്കുന്ന വോട്ട് അതുപോലെ ഈ അടുത്ത വർഷത്തിന് അനുകൂലമായി വരും. ഇവിടുത്തെ ബത്തേരി മണ്ഡലത്തിലും പൊതുവെ UDFൻ്റെ ഒപ്പം നിൽക്കുന്നൊരു മണ്ഡലമാണ്. പക്ഷേ 10 കൊല്ലമായിട്ടും ഒരു നല്ലൊരു വികസനം നടത്താൻ കഴിഞ്ഞിട്ടില്ല ICക്ക് എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. ചിലപ്പോൾ IC ജയിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലൊരു 10 വർഷം LDFൻ്റെ നല്ലൊരു ഭരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു വികസനം വയനാട്ടിലും പ്രത്യേകിച്ച് ബത്തേരി എസ്പെഷ്യലി എത്തിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് IC ജയിക്കണം എന്നാണ്. ICൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഭരിക്കുന്നവർ ജനങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയല്ലേ ജനങ്ങൾ അംഗീകരിക്കാൻ പറ്റുള്ളൂ. എന്ത് കാര്യം നല്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ പ്രവർത്തനം. ഇപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, തൊഴിൽ മേഖല ആയിക്കോട്ടെ, അങ്ങനെയുള്ള വികസനങ്ങൾ കൊണ്ടുവരണം. ഭരണത്തിനെ സംബന്ധിച്ചോളം ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത ഭരണമാണ് നിലവിലുള്ളത്. മൊത്തത്തിൽ UDF വരത്തുള്ളൂ. ഞങ്ങൾ ഗൂഡല്ലൂരാണ് താമസം. എന്നാലും ഗൂഡല്ലൂർ ഞങ്ങൾ UDF രാഹുൽ ഗാന്ധി എന്നെ വരണം. ആര് ജയിക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല, എന്നാലും പറയാം. പിന്നെ ആരെങ്കിലും പിന്നെ ജയിക്കുകയാണെങ്കിൽ എല്ലാവരും വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ജയിക്കും. ഇപ്പോൾ ഈ ഭരണം കൊണ്ട് നേട്ടം തന്നെ നമുക്കുള്ളൂ. ഇപ്പോൾ പെൻഷനാണെങ്കിലും ഇവർ പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. ഇപ്പം എന്താ അറിയുമോ, ഇവർ പറഞ്ഞു പിന്നെ വനിതകൾക്ക് എന്താ പിന്നെ ബസ് യാത്ര സൗജന്യം, അതൊക്കെ വെറുതെ ഒരു എൻ്റെ കണക്കൂട്ടിൽ വിജയസാധ്യത കാണുന്നത് പറയാൻ പറ്റില്ല. നമ്മുടെ LDFൻ്റെ സ്ഥാനാർത്ഥി വിശ്വനാഥൻ, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ്? നല്ല അഭിപ്രായം. നല്ല മനുഷ്യനല്ലേ അദ്ദേഹം? നല്ല മനുഷ്യനാണ്. ഇവിടുത്തെ ഒരു പരിചിത മുഖമാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ അറിയുന്ന ആളാണ്. ഇവിടുത്തെ കൗൺസിലറാണ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ചൊന്നും ആരും ഒരു മോശം അഭിപ്രായം ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. മനസ്സിലായില്ല. നല്ല അഭിപ്രായമാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായം. മനസ്സിലായില്ലേ? നമുക്കിനി ബത്തേരിയിലൊരു വികസന പ്രവർത്തനങ്ങളൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. 100%. ബത്തേരിയിൽ ഒരുപാട് വികസന പ്രവർത്തികൾ ഇനിയും വരാനുണ്ട്. ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ നഗരത്തിൽ ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് വരാനുണ്ട്. നല്ല ബൈപ്പാസ് അത് വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെച്ചമാണ്, എന്നാലും ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട്. ഡോക്ടേഴ്സും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫുമായിട്ട് ഇനിയും ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയും വരാനുണ്ട്, വികസനം വരാനുണ്ട്. നമ്മളെ സമയത്തോളം ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ആര് കൊണ്ടുവരാനും നമ്മൾ സ്വീകരിക്കും. അതാണ് നമ്മളുടെ ഒരു സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്.